ലോകത്തിലെ പല ദ്വീപുകളിലും നമ്മൾ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. എന്നാൽ ചില ദ്വീപുകളിൽ മനുഷ്യർക്ക് പകരം ചില പ്രത്യേക ഇനം ജീവജാലങ്ങളായിരിക്കും അവിടെ വസിക്കുന്നത്. അത്തരത്തിൽ ചില ജീവികൾ അടക്കി വാഴുന്ന 5 ദ്വീപുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. കൊമോഡോ ഐലൻഡ് ഇന്തോനേഷ്യയിലെ 390 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ദ്വീപാണ് കൊമോഡോ ഐലൻഡ്. ഈ ഒരു ദ്വീപിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പല്ലി ഇനമായ കൊമോഡോ ഡ്രാഗൺ എന്ന രാക്ഷസ പല്ലി ഇനം ജീവിക്കുന്നത്. ഈ ഒരു ജീവിയെ ആദ്യമായി കണ്ടെത്തിയത് ഈ ഒരു ദ്വീപിലാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ തകർന്നു വീണ ഇന്തോനേഷ്യൻ ദ്വീപിൽ തകർന്നു വീണ ഒരു വിമാനത്തിന്റെ പൈലറ്റാണ് ഈ ഒരു ജീവിയെ കണ്ടതായി ആദ്യമായി പുറം ലോകത്തോട് പറഞ്ഞത്. ഉടുമ്പ് അഥവാ മോണിറ്റർ ലിസാർഡ് എന്ന കുടുംബത്തിൽപ്പെടുന്ന ഈ ഒരു ജീവിക്ക് 3 മീറ്റർ നീളവും 180 കിലോ വരെ ഭാരവും ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ ആക്രമണകാരികളായ ജീവികളുടെ ലിസ്റ്റിൽപ്പെടുന്ന ഈ ഒരു ജീവി കുതിര, മാൻ തുടങ്ങി മനുഷ്യരെ വരെ ആക്രമിച്ച് കൊലപ്പെടുത്താറുണ്ട്. ഈ ഒരു ജീവിയാണ് കൊമോഡോ ഐലൻഡ് ഭരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ദ്വീപിലേക്ക് ആരും തന്നെ പോകാറില്ല. സ്നേക്ക് ഐലൻഡ് ബ്രസീലിലെ സാവോ പോളോയിൽ നിന്നും 120 കിലോമീറ്റർ അകലെയാണ് സ്നേക്ക് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. 110 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ഒരു ദ്വീപിന്. മഴക്കാടുകളും അപൂർവ ഇനം സസ്യജാലങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഈ ഒരു ദ്വീപ് ആരെയും ആകർഷിക്കുന്ന ഒരിടം തന്നെയാണ്. എന്നാൽ ഈ ഒരു ദ്വീപിൽ പതിയിരിക്കുന്ന അപകടത്തെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഈ ഒരു ദ്വീപിലേക്ക് പോകില്ല. ഗോൾഡൻ ലാൻഡ് എന്ന ഇനത്തിൽപ്പെട്ട അപൂർവ ഇനത്തിൽപ്പെടുന്ന 1000-ഓളം പാമ്പുകളാണ് ഈ ഒരു ദ്വീപിലുള്ളത്. ഒറ്റക്കടിയിൽ അരമണിക്കൂറിനുള്ളിൽ മനുഷ്യനെ കൊലപ്പെടുത്തുവാൻ ഈ ഒരു പാമ്പിന് സാധിക്കുന്നതാണ്. ധാരാളം കെട്ടുകഥകളും ഈ ഒരു ദ്വീപിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. കടൽ കൊള്ളക്കാർ തങ്ങൾ ഒളിപ്പിച്ച സ്വർണവും വെള്ളിയുമൊക്കെ ആരും തന്നെ മോഷ്ടിക്കാതെ ഇരിക്കുവാൻ അവരാണ് ഈ ഒരു ദ്വീപിലേക്ക് പാമ്പുകളെ കൊണ്ടിട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ദ്വീപിലേക്ക് ആരും തന്നെ പോകാറില്ല. ഇതിനാലൊക്കെ തന്നെ ഈ ഒരു ദ്വീപിലേക്ക് മനുഷ്യർ പ്രവേശിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ സർക്കാർ. ഒക്കിനോഷിമ ഐലൻഡ് ജപ്പാനിലുള്ള ഈ ഒരു ഐലൻഡിനെ റാബിറ്റ് ഐലൻഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ ഒരു ദ്വീപിൽ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ആയിരക്കണക്കിന് മുയലുകളെ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. ഈ ഒരു ഐലൻഡിൽ ഇത്രയധികം മുയലുകൾ കാണപ്പെടുവാൻ പ്രധാന കാരണം ഈ ഒരു ദ്വീപിൽ പ്രവർത്തിച്ചിരുന്ന 1929 ഈ ഒരു ദ്വീപിൽ പ്രവർത്തിച്ചിരുന്ന വലിയൊരു രാസായുധ ഫാക്ടറിക്കുണ്ടായ അപകടം തന്നെയാണ്. അപകടത്തിൽ ഈ ഒരു ഫാക്ടറിയിൽ നിന്നും പുറത്തായ രാസവായു കാരണം ഇവിടെ താമസിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ പതിയെ ഈ ഒരു ദ്വീപ് വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒടുവിൽ ഈ ഒരു ദ്വീപിൽ മുയലുകളുടെ സാന്നിധ്യം കണ്ടു തുടങ്ങി. പിന്നീട് വർഷങ്ങൾ കഴിയും തോറും മുയലുകളുടെ എണ്ണം പതിയെ വർദ്ധിച്ചു വന്നു. ഇപ്പോൾ ഈ ഒരു ദ്വീപിൽ മുയലുകൾ മാത്രമാണുള്ളത്. ഒട്ടേറെ സഞ്ചാരികൾ ഈ ഒരു മുയലുകളെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് നിരന്തരം വരാറുണ്ട്. സീൽ ഐലൻഡ് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 5 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയൊരു ദ്വീപാണ് സീൽ ഐലൻഡ്. ഈ ഒരു ദ്വീപിൽ 64,000-ഓളം വരുന്ന സീലുകൾ മാത്രമാണ് ജീവിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ദ്വീപിൽ സീലുകളുടെ എണ്ണം ഇത്രയേറെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ സീലുകളെ പിടിക്കുവാനായി ഈ ഒരു ദ്വീപിന് ചുറ്റും ഭീമാകാരന്മാരായ സ്രാവുകളും തിമിംഗലങ്ങളും എപ്പോഴും കാണപ്പെടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ദ്വീപിന്റെ സമീപത്തേക്ക് മനുഷ്യർ ആരും തന്നെ മത്സ്യബന്ധനത്തിന് പോലും പോകാറില്ല. ലാസ്റ്റ് വൺ റാം റേ ഐലൻഡ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ബർമയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു ദ്വീപാണ് റാം റേ ഐലൻഡ്. ഏകദേശം 13,800 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഒരു ദ്വീപിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ജനവാസമുള്ളൂ. അതായത് ഈ ഒരു ദ്വീപിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് നിറച്ചും മുതലകൾ മാത്രമാണ് ജീവിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗം മുതലകളെ കൊണ്ട് നിറഞ്ഞ വലിയൊരു പ്രദേശമാണ്. 1945 ബ്രിട്ടീഷ് നേവിയുടെ ആക്രമണത്തെ തുടർന്ന് 1000-ഓളം വരുന്ന ജപ്പാൻ സൈന്യം ഈ ഒരു ദ്വീപിലേക്ക് ഓടി ഒളിക്കുകയാണ്. എന്നാൽ വെറും 20 പേർക്ക് മാത്രമാണ് ഈ ഒരു ദ്വീപിൽ നിന്നും ജീവനോടെ പുറത്തു വരുവാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ ഒരു ദ്വീപിലെ മുതലകൾക്ക് ഇരയായി എന്നതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ദ്വീപിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് ആരും തന്നെ പോകാറില്ല. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കേണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.